കൈ നോക്കടാ, കൈ നോക്ക്. ആ കൈ നോക്കണേ, ആ കൊച്ചിന്റെ കൈ. നമ്മുടെ ആലപ്പുഴയിലെ ഈ കാണുന്ന SD കോളേജിലാണ് മരിയ പഠിക്കുന്നത്. അത് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ. ഇവർ ഫെയർവെല്ലാണ്. അത് കാരണം അതിന്റെ ഡാൻസ് പ്രാക്ടീസിലാണ് എൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ മരിയ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്കാനൊന്നും പോകത്തില്ലായിരുന്നേ, പക്ഷെ വീട്ടിലാരും ഇല്ല. അത് കാരണം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? വീട്ടിൽ അച്ഛനും അമ്മ ഇല്ലെങ്കിൽ ചേച്ചി അതെ തന്നെ, ആ കുരുത്തക്കേട് കാണിക്കണം. ചേച്ചി അച്ഛനമ്മയൊന്നുമില്ലെങ്കിൽ അനിയത്തിയെ കൂനി ചേർത്ത് ഇടിക്കുക, അനിയത്തിയുടെ കൂമ്പിനടിക്കുക, അല്ലെങ്കിൽ മുടിയെ ചുറ്റിപ്പിടിച്ച് ചുമരിലടിക്കുക, അനിയത്തിയുടെ കയ്യും കാലിനൊക്കെ അടിച്ചോടിക്കുക. അങ്ങനെ കുസൃതികരമായ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ വീട്ടിലാരില്ലാത്തപ്പോൾ കാണിക്കാറുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നന്മയുടെ നിറകുടമായ സമൂഹത്തിന് വളരെയധികം മാതൃകയായിട്ടുള്ള ചാച്ചൻ്റെ മോൾ, ഓട്ടോ ഓടിക്കുന്ന ചാച്ചൻ്റെ മോളെ കുറിച്ചാണ് ഈ വീഡിയോ. ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിലാളികളെയും എൻ്റെ പരിചയത്തിലും എൻ്റെ സുഹൃത്ത് വലയത്തിലും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേര് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ അധ്വാനിച്ച് പണിയെടുക്കുന്നുണ്ട്. അവരെ നമ്മളെപ്പോഴും ബഹുമാനിക്കുന്നുണ്ട്. ഈ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ്, ഈ സോഷ്യൽ മീഡിയ സോ കോൾഡ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന പല ഗുണവധികാര ടീമുകളും, സോറി എൻ്റെ ശബ്ദം ഇച്ചിരി ഹാർഷായി പോക്കി, എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ അങ്ങേയറ്റം ഞാൻ ഈ വീഡിയോ ടോണൊക്കെ വേറെ ലെവലിൽ 2-3 പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴും ടോൺ വേറെ ലെവലിൽ വരുന്നു. കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ വരുന്നു. പണ്ടത്തെ ആ ശരത് പരമേശ്വറിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നൊരു കാഴ്ച. ബട്ട് എന്തിനാണ് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ കൊച്ചു കുട്ടികളും ചിലപ്പോൾ ഒരു ഹാളിലൊക്കെ ആയിരിക്കും വീഡിയോ ഇട്ട് കാണുന്നത്. അപ്പോൾ അവരോട് എനിക്കൊരു ബഹുമാനം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് 3ാമത്തെ തവണയും ഞാൻ എടുത്തു തുടങ്ങുവാണ്. ഇതും എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ, ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ തല്ലിച്ചതച്ചതിൻ്റെ തെളിവുകൾ പുറത്ത് വന്ന സ്ഥിതിക്ക് സ്വമേധയാ ഇതിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ സോ കോൾഡ് ഇൻഫ്ലുവൻസർ RJ ബിൻസിയുടെ പേരിൽ കേസെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ പല സോ കോൾഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇൻഫ്ലുവൻസർമാർ സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റവരെയും മറിച്ചവരെയും കൊണ്ടുവന്ന് ഇതിൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നതിൻ്റെ പിന്നിലും ആ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഇവരോട് പെരുമാറുന്ന, അവർ പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ പെരുമാറുന്ന രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും, റിയൽ ലൈഫിൽ ഇവർ കാണിക്കുന്ന അതിവിനയം, സൗകുമാര്യമായ പെരുമാറ്റം, അതെല്ലാം റിയൽ ലൈഫിൻ്റെ അകത്തുള്ളത് റിയൽ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. റിയൽ ലൈഫിൽ കാണുന്നത് റിയൽ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. അതിൽ എവിഡൻ്റ് ആയിട്ടുള്ളൊരു തെളിവായി കാണിച്ചിരിക്കുന്നത്. അൻസിഫ് ഈ ഒരു വീഡിയോ ഇട്ടു. അൻസിഫിനെ ആരൊക്കെ വിളിച്ച് പറഞ്ഞ് അൻസിഫ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. മേ ബി അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായിരുന്നാലും ഈ വീഡിയോ പബ്ലിഷ് ആയിട്ടുണ്ട്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. RJ ബിൻസി സ്വന്തം സഹോദരിയെ വളരെ മൃഗീയമായി ക്രൂരമായി പീഡിപ്പിക്കുകയും ആ കുട്ടി പറയുന്ന കുറേ വാക്കുകളുണ്ട്. RJ ബിൻസി, ഇത് എത്ര ചിരിച്ചുകൊണ്ട് മറ്റേ അവിടെ ഇവിടെയും മറ്റേ വലിഞ്ഞു കയറി മറ്റേ ഉമ്മൻചാണ്ടിയുടെ മോൻ്റെ വീട്ടിൽ പോയാലും മറ്റേ കല്യാണത്തിനൊക്കെ പോയിട്ട് വലിയ ഷോ ഓഫ് കാണിച്ചാലും ചാച്ചൻ്റെ മോളാണ്, എൻ്റെ കഷ്ടപ്പെട്ട് വളർത്തിയ ചാച്ചനാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിന് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട കേട്ടോ. കൊള്ളാം, കാണാം. കൈ നോക്കടാ, കൈ നോക്ക്. ആ കൈ നോക്കണേ, ആ കൊച്ചിന്റെ കൈ. കൈനൊക്കെ അടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ സ്ത്രീയെ? എന്തുവാ ഈ കാണിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ ശരീരത്തിൽ? എന്തുവാ കാണിച്ചിരിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്? ബിഗ് ബോസിൻ്റെ അകത്ത് കാണിച്ചു നിങ്ങൾ റിയൽ എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലായി. പുറത്ത് വന്നിട്ട് ഓക്കെ ബിഗ് ബോസ് കഴിഞ്ഞു, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞു. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും വിടാതെ പിന്തുടർന്നൊരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് എന്തോ അങ്ങനെ ഒരു വൃത്തികെട്ട ചിന്താഗതി അന്നുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ വിട്ടു. ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു, മത്സരം കഴിഞ്ഞു, പുറത്ത് പോട്ടെ, ജീവിക്കട്ടെ. അവരെന്തിനാണ് അവരെ പുറം കിടക്കുന്നത്? പോകാറില്ല. ബട്ട് ഇത് നിങ്ങളെ റിയൽ ക്യാരക്ടർ അവിടെ കാണിച്ച സാധനം തന്നെയാണ് നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളുടെ സ്വന്തം സഹോദരിയോട് കാണിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നതും ഈ കുട്ടി ഈ വീഡിയോ ഇട്ടതിന് ഇനി ആ കുട്ടി എന്തുമാത്രം ടോർച്ചർ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പറഞ്ഞേട്ടോ,
വീഡിയോ എടുത്തുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഇതാ കണ്ടോ, ഷോൾഡറിലൊക്കെ അടിച്ച് പറ്റിച്ചിരിക്കുന്ന കണ്ടോ. ഇതോ സ്ത്രീയെ ഇത് കൺട്രോൾ. എന്റെ പേര് എന്റെ കാര്യം കാണിച്ചു പൂപോലത്തെ ശരിയോടാ, പൂപോലത്തെ ശരി കണ്ടു നോക്ക്. ഏതൊക്കെ മരക്കയ്യ അത് നോക്കേ. പൂപോലത്തെ ഒരു കൊച്ചു കുട്ടിയുടെ ശരീരം. ചാച്ചൻ്റെ ഓട്ടോയിൽ പോകാലോ, ചാച്ചൻ്റെ കൂടെ നടക്കാലോ, മീൻകറി വച്ച് കഴിച്ചാലോ, നല്ല കുട്ടിയായി കല്യാണത്തിന് പോവാലോ. പാട്ട് വെച്ച് സന്തോഷിച്ചിട്ട് കൊച്ചിലെ മുതൽ ഞാൻ എന്റെ വീടുകളെ കാണുന്ന സ്നേഹം മാത്രം കൊച്ചിലെ മുതൽ അനുഭവിക്കുന്നെന്ന്. ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഈ ടോക്സിക് മറ്റേ ഇതുണ്ടല്ലോ, സിബ്ലിങ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഏത് സിനിമയാണ്, എൻ്റെ വീട് അപ്പൂൻ്റെ വീടും എന്നുള്ളൊരു പണ്ടത്തെ ഒരു സിനിമ ഉണ്ടല്ലോ. അത് നമുക്കറിയാം, ഞാൻ പറയാൻ ആഗ്രഹിക്കത്തില്ല. ബട്ട് ഈ കുട്ടി കൊച്ചിലെ മുതൽ അനുഭവിക്കുന്നു എന്നൊക്കെ പറയും. എന്നാളൊരു ബുള്ളറ്റ്, അത്ര ആർട്ടിഫിഷ്യലാണെന്ന് എനിക്ക് മനസ്സിലായ ഒരു ബുള്ളറ്റിൻ്റെ വീഡിയോ ഉണ്ട്. ആ കുട്ടി ഈ ബുള്ളറ്റ് എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ നോക്കും സഹോദരിക്ക് ഇത് ഗിഫ്റ്റ് കൊടുത്തെന്നുള്ളത്. ബട്ട് ആരും വീടുകളെ വിശ്വസിക്കണം. എല്ലാം കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്യുന്നവരെ എന്താ പറയാ, ഈ സ്ത്രീകൾ കരയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ അമ്മയുടെ കണ്ണീരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീകൾ കരയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഇതൊരു കൊച്ചു കുട്ടിയാണ്, കൊച്ചുകാലം മുതൽ അനുഭവിക്കുന്ന, റീലെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്നേഹം മാത്രം കാണിച്ചുകൊണ്ട് ആ കുട്ടിയോട് കാണിച്ചിരിക്കുന്നൊരു ചതി. ഒരു ചാച്ചനുണ്ട്, ഓട്ടോറിക്ഷയുടെ കഥയും പറഞ്ഞുകൊണ്ട് മോളുമുണ്ട്. ഇതും അവരുടെ സ്വന്തം മകളല്ലേ, സ്വന്തം സഹോദരിയല്ലേ. ആ കൊച്ചിന് ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയണമെങ്കിൽ അത് എത്രമാത്രം ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. നിയമപരമായ നടപടി ഇവർക്ക് ഈ പറയുന്ന ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കെതിരെ ചെയ്തിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അത് എന്ത് തരത്തിലാണെങ്കിലും അതിന് നടപടി ഉണ്ടാവേണ്ടതാണ്. കണ്ട, ഓ മാ ഗേൾ, മറിയ ബിജു എന്നാ കുട്ടിയുടെ പേര്. ഓക്കെ, എന്ത് സ്നേഹത്തോടെ ഇരിക്കുന്നു. അയ്യോ കാണാമേ, കാണാം. കൊച്ചുകുട്ടിയ കുട്ടികളോ, അപ്പുറത്തിരിക്കുന്നത് കുട്ടി എന്ന് പറയാം. നമ്മുടെ ആലപ്പുഴയിലെ ഈ കാണുന്ന SD കോളേജിലാണ് മരിയ പഠിക്കുന്നത്. അത് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ. ഇവർ ഫെയർവെല്ലാണ്. അത് കാരണം അതിന്റെ ഡാൻസ് പ്രാക്ടീസിലാണ് എൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ മരിയ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്കാനൊന്നും പോകത്തില്ലായിരുന്നേ, പക്ഷെ വീട്ടിലാരും ഇല്ല. അത് കാരണം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ, വീട്ടിൽ അച്ഛനും അമ്മ ഇല്ലെങ്കിൽ അതെ തന്നെ കുരുത്തക്കേട് കാണിക്കണം. ചേച്ചി അച്ഛനമ്മ ഇല്ലെങ്കിൽ അനിയത്തിയെ കൂനി ചേർത്ത് ഇടിക്കുക, അനിയത്തിയുടെ കൂമ്പിനടിക്കുക, അല്ലെങ്കിൽ മുടിയെ ചുറ്റിപ്പിടിച്ച് ചുമരിലടിക്കുക, അനിയത്തിയുടെ കയ്യും കാലിനൊക്കെ അടിച്ചോടിക്കുക. അങ്ങനെ കുസൃതികരമായ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ അകത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലാരും ഇല്ലാത്തപ്പോൾ കാണിക്കാറുണ്ട്. കുരുത്തക്കേടുകൾ കാണില്ലേ, അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്നെ കുറേ നേരം പോസ്റ്റ് ആക്കിയതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് മരി എനിക്ക് മാംഗോ ബൾബൊക്കെ വാങ്ങി തന്നു കേട്ടോ. എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് തോട്ടുവക്കത്ത് വണ്ടിയൊക്കെ നിർത്തി കുറേ നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ചു കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ബൈ. എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ എല്ലാവരും ചെയ്തുണ്ട് മോളെ. ഓ കളി കുഞ്ഞാലിൻ്റെ കണ്ടല്ലേ. ഓക്കെ, എന്നെ ഇങ്ങനെ ഒട്ടിച്ച് പോകാം. കൊച്ചിനെയൊക്കെ എന്തൊക്കെ കാണിക്കുന്നത്. ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ നോക്കിയോ. ആ കൊച്ചിൻ്റെ മുഖം ഇരുന്ന് ഇരിപ്പ് കണ്ടോ, പേടിച്ച് വിറച്ച്. സാധാരണ നമ്മൾ തന്നെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അത്യാവശ്യം പൊക്കമുള്ളതാണ് വണ്ടി.
ആ കൊച്ചിനെ കൊണ്ട് അത് പറ്റുമായിരിക്കും, പക്ഷേ എങ്കിലും വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് അവർ ബുദ്ധിമുട്ടുണ്ടാവും. അത് അവിടെ നിൽക്കുന്ന കുണവണാഞ്ചന്മാർക്ക് മനസ്സിലായിട്ടില്ലേ ആ കുട്ടിയെ കൊണ്ട് പറ്റത്തില്ല എന്ന്. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ഇറക്കത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് വണ്ടി ഇറക്കാൻ പറ്റും. അതുപോലെ നല്ല ഇതൊക്കെ ആണെങ്കിൽ നല്ല മിനുസമുള്ള പ്രതലമാണ്, സൂക്ഷിച്ചിറക്കേണ്ടതാണ്. പോട്ടെ, ചേച്ചി ചാടി ആദ്യമേ ഇറങ്ങി രക്ഷപ്പെട്ടു. ചേച്ചി അനിയത്തി വീണാലെന്ത് പൊട്ടിയാലെന്ത് കാല് പൊട്ടിയത്. RJ ബിൻസി സ്വന്തം അനിയത്തെ ക്രൂരമായി ഉപദ്രവിച്ച തെളിവുകളുമായി സഹോദരി മരിയ എത്തി. ഇതെന്താണാവോ? നിന്നെ പോലെ തറയല്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നു. അയ്യോ പിന്നെ അയ്യോ മസ്താനിയെ 2 കാലം ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ആരാ പറയണമെന്നറിയോ? ചാച്ചൻ്റെ വാ 2 കാലം ഇറങ്ങിയപ്പോ മസ്താനി. ഇതൊക്കെ കാണുന്ന മസ്താനിയുടെ ഒക്കെ അവസ്ഥ ആലോചിക്കണം. ഉണ്ടായിരുന്നെങ്കിൽ ഒതുക്കിയാരെ അമ്മാതിരി വർത്താനോ നിന്റെ കയ്യിലിരിപ്പ്. നീ എന്നാ കാണിച്ചത്? ഒരു പെണ്ണും ചെറുക്കനും കൂടെ കിടന്നപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, പുതപ്പിന്റെ അടിയിൽ വെച്ച് അവിഹിതം ഉണ്ടാക്കിയത്. നാണമില്ലേ? നാണാവുന്നില്ലേ? ഒരു പെണ്ണും ചെറുക്കനോട് അടുത്തിരുന്ന ഉടനെ പ്രേമം, കാമം എന്തൊക്കെയാ സ്വന്തമായിട്ട് കാണിക്കുന്നത്? പുറത്തെ കഥകള് ഞാനിനി ഒന്നും പറയണ്ട, നാട്ടുകാർക്ക് കൊണ്ട് അറിയില്ല. പിന്നെ സ്ക്രീൻ സ്പേസ് എനിക്കൊന്നും പുറത്തെ കഥകൾ ഇനി എന്തിനാ പറയുന്നത്? ഇതിപ്പോ പുറത്തെ കഥകൾ പുറത്തൊക്കെ പബ്ലിസിറ്റി ആയി. ആവശ്യമില്ല, എനിക്കതിന് ആവശ്യമില്ല. നീ ചോദിച്ചതുള്ള മറുപടിയാണ് ഞാൻ തന്നത്, മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഓടിച്ച് വളർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഓ ചാച്ചൻ 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 ആ ചാച്ചന്റെ മോളല്ലേ മറ്റതും ആ കുട്ടി? നിന്നെ അതുപോലെ നല്ല അടിച്ച് നല്ല ശരിയാക്കി വളർത്താത്തതിന്റെ കേടാണ് നീ കാണിക്കുന്നത്. ശ്രദ്ധിച്ചോ? അടിച്ച് ശരിയാക്കി വളർത്താത്തതിന്റെ ഈ പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് മറ്റൊരു സ്ത്രീയാ പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്ര നാളെ അടി എന്നുള്ളത്. എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി. ബാക്കി എല്ലാവർക്കും പിന്നെ തന്ത മറ്റേ വേറെ തന്തമാരാണല്ലോ ഇല്ലേ? നമ്മളൊക്കെ മറ്റേ നല്ല തന്ത ഉണ്ടായിപ്പോയി. നല്ല തന്തയോ? ചിരിപ്പിക്കണ്ടേട്ടാ. നിന്റെ കയ്യിലിരിപ്പ്. നീ എന്നാ കാണിച്ചത്? ഒരു പെണ്ണും ചെറുക്കനും ചെറ്റ വർത്താനം. ആരായി പറയുന്നേ? ഗൈസ്, റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം ഈ തുടർച്ചയായി ഇവിടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുള്ള മറ്റേ കോവയ്ക്ക കറി വയ്ക്കുന്ന ചേച്ചിയും CGD ചേട്ടന്മാരും പിന്നെന്താ എന്താ പറയുക, ഒരു കേക്കൂക്കൂക്കു ഫാമിലി, അതിൻ്റെ ഫുൾ ഫാമിലി മറ്റേ ബാക്കിലോട്ട് തന്നെ പറയും. 3 തലമുറ കടന്ന് കളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയക്ക്. 3 തലമുറ അവരുടെ സംഭവവും ഇപ്പോൾ ഇതും ഇങ്ങനെ അതും ഇതെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്നും നിങ്ങൾ കാണുന്ന ബിംബങ്ങളെല്ലാം അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോണ്ടല്ലോ ആ വിഗ്രഹങ്ങളെല്ലാം പൊളിഞ്ഞ് തരിപ്പണമായിട്ട് പോകും. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എപ്പോഴും മിക്ക സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് വലിയ ആളാവാനൊന്നും ഇല്ല. അപ്പോൾ ഇന്നാളൊരാളൊരു കമൻറ്റ് ചെയ്യുകയാണ്, എന്തോ കാര്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്. തെറ്റ് ചെയ്യാത്ത ദിവസമില്ല ആ സ്ത്രീയെ. നിങ്ങളോടാണ് അന്ന് ആ കമൻറ്റ് ഇട്ട. തെറ്റ് ചെയ്യാത്ത ദിവസമില്ല. മണിക്കൂറുകളിൽ ഒരു 10-100 വെച്ച് ചെയ്തിട്ടുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് കേൾക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയാം? ഇത് തെറ്റ് ചെയ്യുന്ന ആളാണ്, തെറ്റ് ചെയ്യാത്ത ഒരാളല്ല, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിലടക്കം ഞാൻ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നവൻ. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഹാൻഡിൽ കാണാൻ പറ്റും? എഴുതി വെച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ എൻ്റെ കാര്യമല്ല ഇവിടുത്തെ വിഷയം, ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥ. ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം. ഇവിടുത്തെ ഈ ഒരു സാധനം ഇനി പുറത്ത് വന്നു, ഈ ഒരു സാധനം സ്വാഭാവികമായിട്ട് ഈ പ്രസ്തുത സെലിബ്രിറ്റിക്കെതിരെ വിരൽ ചൂണ്ടുന്ന സമയത്ത് ഈ പ്രസ്തുത സെലിബ്രിറ്റി ഈ വീട്ടിൻ്റെ അകത്ത് ഈ കൊച്ചുകുട്ടിക്കെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അറിയോ? ആ കുട്ടി മാനസികമായിട്ട് ട്രോമാറ്റിക് കണ്ടീഷനിലേക്ക് പോകാനും ആ കുട്ടിയുടെ ലൈഫിനും ജീവനും വരെ ആപത്തുണ്ടാകാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. അതുണ്ടാവാതിരിക്കട്ടെ, ഓക്കെ. ബട്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും വന്നിട്ട് ചാച്ചൻ്റെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഓക്കെ, ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മക്കളറിയാം. എൻ്റെയൊക്കെ വീട്ടിലെ ചുറ്റുപാടുണ്ട്, എൻ്റെ സുഹൃത്ത് വലയങ്ങളിലുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ അവരെ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നവരാണ്. കാരണം അവരൊക്കെ രാവിലെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അവർ അവിടെ ഓടാൻ വേണ്ടിയിട്ട് പോവും. ചില ദിവസം ഓടും, ചില ദിവസം ഓട്ടം കാണത്തില്ല. ഇപ്പോൾ പിന്നെ ആധുനിക മറ്റേ ഊബർ മറ്റതും മറിച്ച് പലതും വരുമ്പോഴേക്കും ഓട്ടോറിക്ഷക്കാർക്ക് വലിയ ഓട്ടം ഒന്നുമില്ല, അങ്ങനെ പലതും വരുന്നുണ്ട്. എന്നാലും
അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അവർ ആ വണ്ടിയൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോയി തിരിച്ച് വൈകുന്നേരങ്ങളിൽ വന്ന് വീട്ടിലൊക്കെ ചായ കുടിച്ച് വീട്ടുകാർക്കൊപ്പം ചിലവഴിച്ച് വീട്ടുകാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. ഈ പറയുന്ന പ്രസ്തുത ചാച്ചനെ ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു വെറുപ്പോ ഒരു ദേഷ്യമൊന്നുമില്ല. പക്ഷേ ചാച്ചനെ ഉപയോഗിച്ചുകൊണ്ടും ചാച്ചൻ്റെ തൊഴിലിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടൊന്നും ചാച്ചനെയും പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ട് വിറ്റുകൊണ്ടും സ്വന്തം സഹോദരിയെയും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കോണ്ടന്റുകൾക്ക് വേണ്ടി ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, അതിനെ കോണ്ടന്റിൻ്റെ ബേസിൽ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ആ ഒരു നെയിം പോലും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്നും പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് മറ്റേ പ്രൊമോഷൻ ഉണ്ടാക്കി, അതിൽ നിന്നും കുറേ മറ്റേ ഫെയിമും ഉണ്ടാക്കിയിട്ട് വലിയ വർത്തമാനം പറഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, വൺ ഡേ പിന്നെ എല്ലാം റിഗ്രറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത്രേ പറയാനുള്ളൂ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഗൈസ്, RJ ബിൻസി വീഡിയോ കാണുവാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങളിതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നോ ഇനി ആ കുട്ടിയെ വെറുതെ വിടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാണിക്കൂ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ കമ്പോസ് ചെയ്യപ്പെടുന്ന അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ഗൈസ് ബൈ.